അക്ക പ്രശ്നമൊന്നുമില്ലേ? എന്നടാ അങ്ക എടുത്ത് പോകണ്ട. അമ്പോ പള്ളി മുറുക, എന്തിനാണ്ടാ വണ്ടിയോട്ട് അറിയാത്തവര് വരുന്നേ? സേഫായിട്ട് എടുപ്പോ. ശരി ചേട്ടാ. ഹലോ 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 ഗായ്സ്, വെൽക്കം ബാക്ക് ടു പൈലി വ്ളോഗ്സ്. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷം? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്നത് കൊടൈക്കനാലിലോട്ടാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കൊടൈക്കനാലിലോട്ട്. പക്ഷേ വണ്ടിന് കുറച്ച് കംപ്ലൈൻറ്റ് കാരണം നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീമേറ്റുകൾ ഫ്രണ്ടിലോ ബാക്കിലോ ആണ്, കറക്റ്റായിട്ട് അറിയില്ല. നമ്മൾ കുറച്ച് ദൂരം പോയിക്കുന്ന ഒരു ചായക്കട ഉണ്ട്, അവിടെയാണ് എപ്പോഴും നിർത്താറ്. അവിടെ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇല്ല, അപ്പോൾ അവിടെ തന്നെ ഉണ്ടാവുക, അത് അടച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വെൽക്കം ബാക്ക് ഗൈസ്. നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒന്നുകൂടി വന്നിരിക്കുകയാണ്. ഞാൻ ഇനി മാക്സിമം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പോകുന്ന RS200 ആണ് കേട്ടോ. കഴിഞ്ഞ മുന്നത്തെ നമ്മൾ പോയപ്പോൾ വണ്ടി കുറച്ച് കംപ്ലൈൻറ്റ് കാര്യങ്ങൾ കിട്ടിയായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. പക്ഷേ ഈ ആഴ്ച നമ്മൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് ഗൈസ്. ഇവിടെ ഒരു ചായക്കട ഉണ്ട്, അവിടെ നമ്മുടെ പിള്ളേരുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓക്കെ. അമ്പ് കണ്ടില്ല കേട്ടോ. പെട്രോൾ അടിച്ചിട്ടില്ലേ? ഓഹോ, ഹലോ ഗായ്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ കൊണ്ട് ഒരു ചായ കുടിച്ച് ശ്രീ വിനായക ഹോട്ട് ചിപ്സ് എല്ലാവരും ഉണ്ട്. ഒരു ഡോക്ക് 200 ഉണ്ട്, അവിടെ ഒരു R15 V4, ഒരു MT, നമ്മളിവിടെ RS200. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പോവാം. നേരത്തെ പെട്രോൾ പമ്പിൽ പോയിട്ട് കുറച്ച് പേർക്ക് പെട്രോൾ ഫില്ല് ചെയ്യേണ്ടി വരും. നമ്മളവിടെ നിന്ന് അടിച്ചിട്ട് വന്ന് നോക്കിയേ ഒരു ഘട്ട താന്നു. കാരണം എന്താണെന്നറിയോ, അത്യാവശ്യം നന്നായി പെടുത്തുന്നുണ്ട് നമ്മൾ. ട്രിപ്പ് ആവും നോക്കട്ടെ കേട്ടോ. ഇതിലെങ്ങനെയാണ് ട്രിപ്പ് ചെയ്യാമെന്ന് എനിക്ക് ട്രിപ്പായി. ഇപ്പം കുറച്ച് ചൂടടിക്കുന്നുണ്ട്, കാരണം ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് നേരം നിൽക്കാൻ തുടങ്ങിയിട്ടേ. ഏതാ 800 അല്ലേ? എൻ്റെ മോനെ 800 നോക്കിയേ, വൃത്തിക്ക് വൃത്തി എന്ന് പറയാം. 800 AC ആണ്, പവർ ഷെയറിങ് ഇല്ലാത്ത വണ്ടിയാണ്. വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന നോക്കിയാൽ. പെട്രോൾ എല്ലാവരും അടിച്ചിട്ട് ഇവർക്കൊക്കെ 700-800 ആ റേറ്റേ വന്നുള്ളൂ. എനിക്ക് മാത്രം 1200 രൂപ വന്നു കഴിച്ചു. 12 ലിറ്ററിൻ്റെ ടാങ്കാണ് തോന്നുന്നു. ഞാൻ ഇപ്പോഴാണ് ട്രിപ്പ് ചെയ്തിട്ടോ. ഏകദേശം 10 കിലോമീറ്ററോളം ഓടിയും വന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത്, എല്ലാവരും കൂടിയിട്ട്. കാരണം നമ്മൾ ഇത്രയും കാലം ഇടയ്ക്കായിട്ട് കുറേ പ്രാവശ്യമായിട്ട് നമ്മൾ പോകുന്നത് കാറിലാണ് കേട്ടോ. ഇപ്പോൾ കുറേ ആയി നമ്മൾ ട്രിപ്പ് പോയിട്ട്, കുറേ ആയി ട്രിപ്പ് പോയിട്ട്. ഇവിടുത്തെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനം ഇതാണ് കേട്ടോ, കടകടാന്ന് പറയും. ആ ഒരു സാധനമാണ് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തത്. ഇവിടെ ഡോക്ക് 200 ഉണ്ട്, അവിടെ ഒരു MTയും V4ഉം പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റേ ആണ്, നമ്മളെല്ലാവരും ഈ പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ 6-ാം തീയതി കയറി 6-ാം തീയതി ഇറങ്ങണ പോലെയാണ്. ഇന്ന് 6-ാം തീയതിയാണ്. 6-ാം തീയതി കയറി 6-ാം തീയതി ഇറങ്ങണ പോലെയാണ് ഈ പാസ് എടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മളവിടെ സ്റ്റേ ആണ്. തിരിച്ചു വരുമ്പോൾ ചോദിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 6-ാം തീയതി കയറിയിട്ട് 7-ാം തീയതി ഇറങ്ങണ പോലെ ചെയ്തപ്പോൾ മറ്റേ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ചോദിച്ചു. അപ്പം നമ്മളിതുവരെ അത് ഇതാക്കിയിട്ടില്ല എവിടെയാണെന്നുള്ളത്. ഞാൻ ചുമ്മാ ഏതെങ്കിലുമൊക്കെ കൊടുത്തപ്പോൾ അത് ചോദിച്ചത് അവൻ്റെ പേര് കറക്റ്റായിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും എടുത്തിരിക്കുന്ന 6-ാം തീയതി കയറി 6-ാം തീയതി വരുന്ന പോലെയാണ്. നമ്മളൊരു ദിവസം സ്റ്റേ ആണ്. നാളെ സൺഡേ ആണ്. സൺഡേ വൈകിട്ട്, നാളെ വൈകിട്ട് എത്തുള്ളൂ നമ്മൾ. ഇപ്പോൾ സമയം നോക്കിയാൽ ഏകദേശം 1:18 കേട്ടോ. അതാണ് നമ്മൾ മെല്ലെ ഇറങ്ങിയിരിക്കുന്നത്. ഏകദേശം ഒരു 10-12 മണിയാകുമ്പോൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ 1:30 എല്ലാവരും കൂടി ജോയിനായി. ഇനിയിപ്പോൾ എല്ലാവരും ഇവിടുന്ന് പോവാണ്. എല്ലാവരും ഒരു ചായ കുടിച്ചു. ഇനി മെല്ലെ കയറി പോവാം. അവിടെ നിൽക്കുമ്പോൾ നല്ല മഴ വരുന്ന പോലെ ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണാനില്ല. അവിടെ നമുക്ക് പോയി നോക്കാം. ഓക്കെ. ഭയങ്കര ബ്ലോക്ക് കഴിച്ചിട്ട് ഏത് വഴിയാന്ന് എനിക്കൊരു പിടുത്തല്ല കേട്ടോ. അത് അപ്പം ഇടിച്ച് തട്ടി
ഗിയർ ഇട്ടിട്ട് പോടോ കുഞ്ചാപ്പി മോനെ. ഏത് വഴിയാണ്? നേരെ നമ്മൾ ഇവിടുന്ന് പൊള്ളാച്ചിന്ന് നേരെ ഇവിടെ ഉണ്ട്. ഹൈവേ ടു ഹൈവേ കയറുക, പടയായിരിക്കും. കുറച്ച് ഹൈവേ കിട്ടും നമുക്ക്. ഇത് പൊള്ളാച്ചി ആയി, അതാണ്. സോറി ഇതാണ് ടൗൺ കേട്ടോ. എനിക്ക് മനസ്സിലായി. ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് ഒന്നിൽ റൈറ്റ് പോകാൻ പറ്റില്ല കൊണ്ട് അങ്ങനെ കയറി യൂട്ടേൺ അടിച്ചിട്ട് അങ്ങനെ പോകേണ്ടി വരും. ചിലപ്പോൾ റൈറ്റ് കയറാൻ പറ്റും. അങ്ങനെയാണ്. അങ്ങനെ വേറെ റൗണ്ട് പോയിട്ട് വരും. അവിടെ നിന്ന് അങ്ങനെ പോകട്ടെ. എപ്പോഴാണ് മനസ്സിലായത് നമ്മൾ അപ്പുറത്ത് വഴി കൂടെ വരേണ്ടതേ. നമ്മൾ മാറിപ്പോയി, അതാണ് പ്രശ്നം. നമ്മളെ ഒഴിവാക്കിയിട്ട് പോയത് ഏതാ വണ്ടി? പൾസറിൻ്റെ ഏതാ വണ്ടിയാ? എന്നാ ഒരു നിമിഷം എന്നാ, ഇനി ഒരു റൗണ്ട് പോട്ടും കൂടി വരും. ഓൺ ബാലൻസ്. അത്രയും സ്ട്രൈറ്റ് ആയിട്ട് പോകണ വണ്ടി. അതാണ് പ്രശ്നം. അതുകൊണ്ട് കട്ട് റോഡിൽ കൂടെ മെല്ലെ പോകും. അത്ര കംഫർട്ടും ഉണ്ടാവില്ല. എഴുതിയ നേരെ തന്നെ ആയിരിക്കും. പളനി അറിവിലാണ് കേട്ടോ. അത് തന്നെ പളനിമലേ മുരുകയ്യ മാമയ്യ ടുടും ടുടും. ഇനി കുറച്ചും കൂടി കയറിയ നല്ല ഹൈവേ കിട്ടും. കുറേ നേരം ഞാൻ അത് പറയണു. റോഡ് എന്നിട്ട് ഇതുവരെ കാണാനില്ലല്ലോ. അങ്ങനെ ഹൈവേ എത്തിയ എവിടെ പോയിട്ട് അത് അടിപൊളിക്കും. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ, മുന്നത്തെ ആഴ്ച വന്നപ്പോൾ ഒരു സ്പോട്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ സ്ഥലം അടിപൊളിയായിരുന്നു വയസ്സ്. അതാണ്. ഞാൻ ഹൈവേട്ട് പടയോ പടപടാ. ഹൈവേ ക്ലോസ്ഡാണ്, നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മളവിടുന്ന് ഇറങ്ങുകയാണ്. എൻ്റെ ക്യാമറ ഓഫായിപ്പോയി. നമ്മൾ ഇവിടെ വന്നിട്ട് ഒന്ന് ചായ അടിക്കാൻ നിർത്തിയത്. പക്ഷേ ചായ അടിച്ചില്ല. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇവിടെ നിന്നായിരുന്നു ചായ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രാവിലെ ആയിരുന്നു. ഇപ്പോൾ നല്ല വെയിലുണ്ട്. പക്ഷേ ഇവിടെ നമ്മളൊരു ഹാഫ് ആൻ അവർ ആയി കേട്ടോ. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇറങ്ങാൻ വേണ്ടി പോകണം. എല്ലാം സെറ്റാണ്. ഓക്കെ. അയ്യോ, ബാറ്ററി എവിടെ പോയി? ബാറ്ററി ഇതിൻ്റെ ഉള്ളിലായിട്ട്. ഓക്കെ, എല്ലാം സെറ്റാണ്. അതൊക്കെ ഇതിലുണ്ട്. റെഡി 1 2 3 അമ്മേ. എല്ലാവരും നല്ല പടയാണ് കഴിച്ച്. കഴിഞ്ഞ ആഴ്ച വന്നിട്ടേ വലിയൊരു കുഴിയുണ്ട്. അത് മണ്ണിട്ടു കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് സിംഗിൾ റോഡുള്ളൂ. അത് തന്നെ പിന്നെ ഡബിളോ. ഇവിടെ നിന്ന് റൈറ്റ്. ഇവിടെ റോഡൊക്കെ ക്ലോസ്ഡ് ആണ് കേട്ടോ. നമ്മൾ നേരെ വന്നില്ല. ആ റോഡ് ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കും ഭാവിയിലെന്ന് തോന്നുന്നു എനിക്ക്. ബാക്കിയുള്ളവരൊക്കെ എവിടെയും എനിക്കും വേണം. എല്ലാവരും വിട്ടു. നൈസായിട്ട് വിടാം. കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് പറയാമില്ല, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. കയ്യിലൊക്കെ മുളകും ഉപ്പുമാണ്. കണ്ണിലൊക്കെ തുടച്ചാൽ അടിപൊളിയാണ്.
ഹൈവേ കയറി. നേരെ പഴനിക്ക് റൈറ്റ് കെട്ടിന് ഫുഡ് കഴിച്ചിട്ട് ആ റൈറ്റ് പഴനിൻ്റെ അവിടെ അല്ല, അതിന് മുമ്പ് തന്നെ ഉണ്ട്. നോക്കാം എവിടുന്നായിട്ട് കഴിച്ചിട്ടേ നൈസായിട്ട് കയറാം. ഇവിടെ നിന്ന് റൈറ്റ്. ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടെ കുഴപ്പമില്ലാത്ത റോഡാണ്. അതാണ് പൈന് ഭയങ്കര അടുത്തുനിന്ന് കാണാൻ എങ്ങനെ ഇരിക്കും. നമുക്ക് ഇവിടുന്ന് റൈറ്റിക്കാണ് പോകേണ്ടത് കേട്ടോ. ഇവിടെ എൻട്രൻസ് പണി നടക്കുക കേട്ടോ, ക്ലോസ് ചെയ്ത്. കുറച്ച് പേടി പോലെ കാര്യം നടക്കുന്നു. കാരണം കുറച്ച് പോവാനുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് നല്ല റോഡാട്ടോ. കാരണം രണ്ട് സൈഡും പുളിമരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കറക്റ്റായിട്ടൊരു ഷേപ്പിൽ തന്നെ വെട്ടിയിട്ടൊക്കെ. നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടില്ല കേട്ടോ. അതിന് മുമ്പ് ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്. ഇവിടെ പോവാനൊരു മൂടുണ്ട്, മൂടില്ല എന്നുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. സമയം 4:26. നമ്മൾ ഹോട്ടൽ തെക്കൻസ് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാണ്ടല്ലോ ഇത്രയും മോശമായ ഫുഡ് അവിടെ നിന്നും കഴിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ എത്രയെന്ന് അറിയോ, നമ്മൾ 5 ബിരിയാണിയും കഴിച്ചു, 2 പൊറോട്ട, ഒരു ബീഫിൻ്റെ എന്തോ ഒരു സംഭവം, ബീഫ് വേണ്ട ചിക്കൻ എന്തൊക്കെയാണ് തന്നത്. ബിരിയാണിയിലാണെങ്കിൽ പീസും ഇല്ല, പീസാണെങ്കിൽ ഫുള്ള് എല്ല് താനും. ബിരിയാണി റൈസ് ആണെങ്കിൽ ഉപ്മാവന്മാരി ഉണ്ട്. സത്യമുള്ള കാര്യം കാര്യമായിട്ട് തന്നെ പറയണം. പൈസ എത്രയാണെന്ന് പറയാം, 1000 രൂപയായി, 1020 രൂപ വെള്ളത്തിനും കൂട്ടിയിട്ട്. എന്തുണ്ടെന്ന് എനിക്കറിയില്ല. പുറത്ത് പോയാൽ കിട്ടുള്ളൂ മനസ്സിലായി. പക്ഷെ മലയാളികളുടെ ഹോട്ടലാണ്, എന്നിട്ട് കൂടി ഇതാണ് അവസ്ഥ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഭയങ്കര മോശമാണ്. അത് ഞാൻ പറയട്ടെ. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കയറാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഒരു ഫുള്ള് മറ്റേ നമ്മൾ ട്രാവലറിലൊക്കെ വരികയാണെങ്കിൽ ഫാമിലിയായിട്ട് കയറുമ്പോഴേ നല്ല ബില്ലാവും കേട്ടോ. 5 ബിരിയാണി മൊത്തം എങ്ങനെ പോലെ ഒരു 600 റുപ്യ ഒക്കെ ആവേണ്ടതാണ്. എന്താ വില എന്നറിയില്ല. വൃത്തിക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ ഫുഡ് ഭയങ്കര മോശമാണ്. വിലയാണെങ്കിൽ അതിലേറെ കൂടുതലാണ്. 150 റുപ്യ ബിരിയാണിക്ക്. എന്താ അത്? നമ്മുടെ അവിടെ തന്നെ അത്രേ വരുന്നുള്ളൂ. എന്നെ മാറിൽ തന്നെ 150 റുപ്യൊക്കെ വരുന്നുള്ളൂ എന്തോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് 4:27 ആയിട്ടുണ്ട് സമയം നോക്കി കഴിഞ്ഞാൽ. ഇനി നൈസായിട്ട് നമ്മൾ പോകുമ്പോൾ നേരെ ഇപ്പോൾ ഇവിടെ പോയ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരും. ചെക്ക് പോസ്റ്റിന് നമ്മുടെ പാസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. നൈസായിട്ട് കയറുക. അത്യാവശ്യം നല്ല തണുപ്പ് കയറാൻ തുടങ്ങിയിട്ട് ജാക്കറ്റും കാര്യങ്ങളും ഇട്ടിട്ടും ചെറിയ തണുപ്പുണ്ട്. എന്തായാലും പൈസ കൊടുക്കേണ്ടി വരും. അവർക്ക് 50 വെച്ച് കൊടുക്കേണ്ടി വരും. ഒരു എണ്ണി വാങ്ങിക്കുന്നു നോക്കിയോ. കയറ്റി വിടുമെന്നേ അറിയില്ല. പോളാമാ. എടാ ഒരാൾ പോയാൽ മതിയോ? നീ കാണിച്ചു കൊടുക്കുക എല്ലാവൻ്റെയും. കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്നപ്പോഴേ പൈസ കൊടുത്തു കേട്ടോ. 100 രൂപ. ഒരാൾക്ക് 50 വെച്ചിട്ട് 100 കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ച ഇപ്പോൾ നമ്മൾ ക്യാമറയൊക്കെ കറക്റ്റായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നോക്കണ്ടായിരുന്നു.
അതുകൊണ്ട് പിന്നെ അങ്ങനെ വേണ്ടാവാണ്ട് വിട്ടു. ഇതാണ് നമ്മുടെ പ്രിൻസ് ഹിൽസ് കൊടൈക്കനാൽ വെൽക്കം ടു യു എന്ന് പറയുന്നത്. ഇവിടെയാണ് കുറേ പേര് ബോർഡും കാര്യങ്ങളും. ഇവരിനെ തടുത്തില്ല കേട്ടോ. KL ഇവർക്ക് ഭയങ്കര പ്രശ്നം. കണ്ടപ്പോൾ തടുത്തില്ല. അപ്പം ഇങ്ങനെ അടുത്തൊരു കുറച്ച് ദൂരം പോയതിന് ഫസ്റ്റത്തെ ഹെയർ പിൻ ബെൻഡ് വരുന്നതായിരിക്കും. പിന്നെ ഇങ്ങനെ സുഖമായിട്ട് പോകാൻ. എന്തായാലും അടിപൊളി കോട നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ആ റൂമിലേക്ക് എത്തുമ്പോൾ എന്തായാലും നല്ല നൈറ്റും ആവും കേട്ടോ. അത്യാവശ്യം നല്ല കോട ഇപ്പം തന്നെ നമുക്ക് കാണുന്നുണ്ട്. ഗായ്സ് നമ്മൾ എനിക്ക് 1-2 എയർപിൻ വെൻ്റൊക്കെ കയറിയിട്ടുള്ളൂ. അപ്പം തന്നെ നല്ല തണുപ്പ് കണക്കുന്നുണ്ട്. ക്ലൈമറ്റ് ആണെങ്കിൽ അതിലേറെയാണ് കേട്ടോ. വണ്ടി ഓടി അടിപൊളിയായിട്ടുണ്ട്. മേളിക്കൊക്കെ അവിടെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുതായി കണ്ടില്ല അല്ലേ? ഓക്കെ, അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ ഉണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് നോക്കിയാൽ ഒരു സൂര്യനെ കാണാൻ പറ്റും. റൈറ്റ് സൈഡല്ല, അത് ഓപ്പട്ടായിട്ട്. അതെ, റൈറ്റ് സൈഡിലേക്ക് മറ്റേ ഡാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടിപൊളിയാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. കുറച്ച് പിന്നൊക്കെ കയറിയിട്ട് എൻ്റെ ഹെയർ പിന്നൊക്കെ കയറിയിട്ടുണ്ട്. ഇങ്ങനെ ഡൗൺ ചെയ്യുക, ഇങ്ങനെ കാല് വെളിയേക്ക് ഇടുക. ഇങ്ങനെ ഇതിങ്ങനെ വെളിയേക്കല്ല, കുറച്ച് ഒരു സുഖമാണ് ഇങ്ങനെ എടുക്കുമ്പോൾ. അടിപൊളിയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പ്. അവിടെ സൂര്യനെ കണ്ടു തുടങ്ങുന്നുണ്ട്. ഗൈസ് നല്ല തണുപ്പ് കേട്ടോ. എൻ്റെ ചെവി എല്ലാം അടഞ്ഞു. നല്ല ചെവി എനിക്കുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് നല്ലൊരു ടേണിങ് വന്നപ്പോൾ ടേൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് വന്ന ടാക്സിക്കാരൻ ജസ്റ്റ് മിസ്സിനാണ് എല്ലാവർക്കും പോയത് കേട്ടോ. ജസ്റ്റ് മിസ്സിന് ഭയങ്കര ജസ്റ്റ് മിസ്. ഇവിടെ വെള്ളമാണ്, ഹെയറാക്കറില്ല. നല്ല തണുപ്പ് വരുന്നുണ്ട് കേട്ടോ. ചെവിയാണെങ്കിൽ നല്ല വേന. ഇടക്കിടക്ക് തുറക്കുക അടയ്ക്കുക ആ ഒരു സെറ്റപ്പാണ്. ഹെയർപിൻ ബെൻഡ് 6ാമത്തെ കേട്ടോ. 14-6 അങ്ങനെ ഓരോന്ന് കയറിക്കൊണ്ടിരിക്കുക. നല്ല തണുപ്പ് കയറാൻ തുടങ്ങിയിട്ട്. സമയം നോക്കിയാൽ ഏകദേശം 5:01 കറക്റ്റ് 5 മണി. ಗೊತ್ತಮ್ಮ ಅವನೇ പറഞ്ഞില്ലേ. ക്യാമറയാണെങ്കിൽ ഓഫ് വരുന്നു. ഒരു അങ്ങനത്തെ ഒരു വീഡിയോ എങ്കിലും കിട്ടി. ഓഫാണ്, അത് ഓണാക്കി തരും. ഇപ്പോൾ ചാടിച്ചിട്ട് പോയി. നല്ല തണുപ്പായിട്ട് ഗൈസ്. അവിടെയൊക്കെ കോട, നല്ല കോടയുണ്ട്. തൊണ്ടയൊക്കെ കരകരാന്ന് പറയാനായി. സെറ്റ് പള്ളി ഭഗവാനെ. നമ്മൾ ഇന്ന് വലുതായിട്ടൊന്നും കറങ്ങാനൊന്നും പോകുന്നുണ്ടാവില്ല കേട്ടോ. നമ്മൾ ഇന്ന് റൂം എടുക്കും. റൂം എടുത്തിട്ട് ഇരുന്നിട്ട് നാളെ ആയിരിക്കും പൂണ്ടിയും ഗുണാക്കേവൊക്കെ പോവുക. സംഭവം തിരക്ക് കുറവാണെന്ന് തോന്നുന്നുണ്ട്. കാരണം അയ്യോ ഇതൊക്കെ മറ്റേ റെഡ് അലേർട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒരാളുടെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് കേരളത്തിൽ നിന്ന് ആൾക്കാർ കുറവാണെന്ന് തോന്നുന്നു. നമ്മളത് കണ്ടിട്ട് വന്ന് കണ്ട തിരക്കേ ഇല്ല, റെഡ് അലേർട്ടൊന്നും ഇല്ല തോന്നണം കേട്ടോ. ഹെയർപിന്ന് ഇപ്പം എത്രാമത്തെ ആയെന്നറിയോ? അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് അത്യാവശ്യമായി. ഇത് 4-3 ആയിരിക്കണം. ഇത് 5ാമത്തെയാണ് കേട്ടോ. ഇനി 4 ഹെയർപിൻ പെന്നും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ കൊടൈക്കനാൽ. അത് കഴിഞ്ഞാലല്ല, അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ.
ഗൗതം മയില് കാലിപ്പോ പോയെന്നെ നട കീറിയെന്നെ. ടുലും 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 ടിലും 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 ടിലും. നിനക്കൊരു ചായ പോടണ. നീ പോടാ മയിലേ, നീ പണ്ടേ ഇവിടെ പോടാ. എന്ത് നീ ഇതിനൊക്കെ പശ്ചാത്താപിക്കൂടാ, പശ്ചാത്താപിക്കും. ഓരിത് പറയുന്നു നൂഡിൽസ്. ഇപ്പൊ അമ്മ അങ്ങനെ വെട്ടി കുരങ്ങൊന്നുമില്ലല്ലോ അല്ലേ. നമുക്ക് കുറച്ച് സായാവും സാവ സായ 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 സായ. ഗൈസ് നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. സമയം നോക്കിയാൽ ഇത് ചത്ത ഇല്ല, 6:09 ഇത് യൂസ് ചെയ്യണ ഫോണല്ല, ചുമ്മാ വെറുതെ ഷോക്കി വെച്ചിരിക്കുന്നത്. യൂസിങ് ആണ്, നമ്മൾ യൂസ് ചെയ്യാറില്ല. 6:09. നല്ല തണുപ്പുണ്ട്. ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ പടവും. അപ്പോൾ ഇവിടെ കുറേ നേരം കേട്ടോ, ഒരു 1.25 മണിക്കൂറായി. എല്ലാവരും ചായയും കുടിച്ച് മാഗി പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിച്ച് സെറ്റായിരുന്നു. കുറേ നേരം ഭയങ്കര കോമഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്തയ്ക്കും വിളിച്ച് കുറേ ഊക്കും കിട്ടി. ഊക്ക് കൊടുക്കുകയും ചെയ്തു. കൊടുക്കൽ കുറച്ചുള്ളൂ, കിട്ടലാണ് കൂടുതൽ. നേരെ പറക്കാൻ നമ്മൾ എവിടെ എത്തിയില്ല കേട്ടോ. എൻ്റെ പള്ളി ഭഗവാനേ. പോവാം റെഡിന്നാ. ലൈറ്റ് ഇടണം കേട്ടോ. പള്ളി ഭഗവാനെ എന്താ തണുപ്പെന്നറിയോ. വണ്ടി കുറച്ച് കയറ്റി വയ്ക്കുന്ന. കേട്ടിട്ട് വണ്ടി വരുന്നത്. അണ്ണ പ്രശ്നമൊന്നുമില്ലേ? കയ്യിലൊന്നും കുഴപ്പമില്ലല്ലോ. വണ്ടി വരുന്നുണ്ട്. കുറച്ച് കയറ്റിയിടി. ആ ഷടയാ നീ മൂവ് ആക്കിക്കാൻ ഓഫ് ആവുണ്ട്. ഗിയറിട്ട് നോക്ക്. ബസ് ലൈറ്റ് താണേ കയറിയത്. പറവല്ല അതൊന്നും പ്രശ്നമില്ല. ആ അത് ചാടിയതാണ്, കുഴപ്പമൊന്നുമില്ല. ബ്രേക്ക് ഇല്ലേ ഫ്രണ്ടിലെ? குழப்பில்ல, பரவாயில்லண்ணா. ஸ்டார்டிங் தான் வருது. இவங்க இங்கே காமிக்குதுல்ல, பிரச்சனை இல்லை. அது ஒன்றும் பிரச்சனை இல்லை. கையில் ஒன்றும் அக்கா பிரச்சனை ஒன்றும் இல்லையே. சேஃபாக ரைட் பண்ணும்போ. சரி, ஓகே. നമ്മുടെ കൈ എന്താ എനിക്ക് ലേഡീസ് ഉള്ളല്ലേ, അതുകൊണ്ട് നമ്മൾ നിർത്തും. കാരണം അല്ലെങ്കിൽ നടക്കില്ല ഗൈസ്. നമുക്കും ചേച്ചിയും എല്ലാവരും ഉള്ളതല്ലേ. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. കൊത്തമാനെ എന്നടാ പണ്ട് അങ്ങ് എടുത്ത് പോകണ്ട കാണിക്കാൻ വേണ്ടിട്ട് ബാക്കി കൊടുത്ത്. ഓരോ പെണ്ണാള് വണ്ടിയോട്ട് അറിയാണ്ട് വന്നിട്ട് എന്തിനാണ്ടാ വണ്ടിയോട്ട് അറിയാത്തവര് വരുന്നേ.
പറ്റില്ലെങ്കിൽ നിൽക്കണ്ടായിന് വെറുതെ. അതാ അതിനുള്ളിൽ ഫ്രണ്ട് സീറ്റിലാണെങ്കിൽ ഒരു അച്ഛൻ ഇരിക്കുന്നുണ്ട്, പിന്നെ ഉള്ളിൽ എന്തൊക്കെ ഫാമിലി ഉണ്ടാവോ. ഈ ഫാമിലിയുടെ മുന്നിൽ വെച്ച് നാണം കെടുകയും ചെയ്യും, ഇവരിനെയൊക്കെ കൂട്ടിയിട്ടാണ് വരികയും ചെയ്യണത്. എങ്ങാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതേമാതിരി സ്പീഡ് പോകുമ്പോൾ ക്രോസിൽ വന്നു കഴിഞ്ഞാൽ അതിന് ഇഷ്ടം പോലെ പോകുന്ന സ്ഥലമുണ്ട്. ബസ് എന്താ ആ വീഡിയോ ഞാൻ മുമ്പേ ഓൺ ചെയ്യേണ്ടായിരുന്നു, പറ്റിയില്ല. അവന് ഇഷ്ടം പോലെ പോകുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ കാണിക്കുന്നത് അവനെ അറിയില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, മലയാളികളായാലും തമിഴന്മാരായാലും പറ്റില്ലെങ്കിൽ വരണ്ട. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ഒറ്റയ്ക്ക് വന്ന് എന്തുണ്ടായിക്കോ, ഫാമിലിയൊക്കെയാണ് കൂടെ വരുന്നത്. വെറുതെ എന്തിനാണ് അതിനെയൊക്കെ കുഴിക്കൊണ്ടിടാൻ വേണ്ടി വരുന്നത്. വരാൻ ചാൻസ് ഇല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചില്ല, പ്രാവശ്യം ഉണ്ടാവില്ല വിചാരിക്കാം. എൻട്രി ഉണ്ടാവും. കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല. വണ്ടികൾക്ക് മാത്രം എൻട്രി ഉണ്ട്, പൈസ ആയിരിക്കും. ഓ ഫക്കിങ് വാട്ടർഫോൾ എവിടെയാണ്? നമ്മുടെ ടീമിനെ ആരും കാണാനില്ല. ഇവിടെ വണ്ടി നിർത്താൻ പറ്റില്ല, ആരും വന്നതിന് മാറ്റി കൊടുക്കും. നോക്കിയാൽ അടിപൊളിയല്ലേ, ചെറുതായിട്ട് കാണാമെന്ന് എനിക്കറിയാം, ക്യാമറ എനിക്ക് കാണുന്നില്ല. അടിപൊളി വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ടീം ഇവിടെ ഉണ്ടാവണമല്ലോ, നമുക്ക് നോക്കാം കേട്ടോ. അമ്പോ പള്ളി മുറുക, നീ എഴുതിയാണ്ട വരുന്നേ. ഇവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ല ഉണ്ടാവും. അതാണ്ട അമ്മേ, പക്ഷെ നല്ല സൗണ്ട് ഉണ്ടോ അടിയില്. ഞാൻ എപ്പം എത്തും നമ്മൾ അറിയില്ല. ചളിയേ ആവില്ല നോക്കിയേ, ചളിയാവാണ്ടിരിക്കാൻ വേണ്ടി വണ്ടി ഉരുട്ടിയിട്ട് വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര മെല്ലെ വന്നു. എന്നിട്ട് ഇങ്ങനെ നോക്കി അല്ല, ഭയങ്കര മെല്ലെ വന്ന്. അത് അതിന്റെ ഉള്ളിലാണ്, അത് ഇപ്പൊ പൂര. എന്തായാലും നഞ്ഞിന് കുളിച്ച് കയറാണ്. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് ചോളവും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. അത്യാവശ്യം ചോളവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അടിപൊളി. ചോളം അത് കാര്യങ്ങളൊക്കെ കഴിച്ചു. നേരെ ഇനി പോകുന്നു കൊടൈക്കനാൽ. 4 കിലോമീറ്റർ മറ്റുള്ളൂ. നല്ല തണുക്കുണ്ടേ. നേരെ പോവാ, റൂം എടുക്കാൻ കിടക്കട്ടെ കാശ്. അപ്പോൾ റൂം എത്തിക്കാൻ ചിലപ്പോൾ നമ്മൾ വീഡിയോ എൻഡ് ചെയ്യും, എന്നിട്ട് വേറൊരു പാർട്ട് 2 ആയിട്ടായിരിക്കും വീഡിയോ ഇടുക കേട്ടോ. ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിതാ റൂം കാണിച്ചിട്ടുണ്ട്. എന്നാ പാക്കളമ്മ? ആ 3 ബെഡ് അല്ലേ? 3 ബെഡ്, ഒരു ബാത്റൂമാ? നമുക്ക് രണ്ടാൾക്കും ഹഗ്ഗറില്ല. പിന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ കുറേ ആളുടെ ബാഗ് ഉണ്ട്, എൻ്റെ കയ്യിൽ വേറെ ബാഗ് കിട്ടി വെച്ചിട്ടുണ്ട്. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്പീക്കർ കാര്യങ്ങളൊക്കെ നനയും. അതുകൊണ്ട് മെല്ലെ വന്ന് കൂടെ വന്നവർ കുറച്ച് ഫാസ്റ്റായിട്ട് പോയി. ഇപ്പോൾ പണിയായി, ഇപ്പോൾ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, ആ വഴിയാണ് പോകേണ്ടത്. ഏകദേശം അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി പാർക്കിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറേ നേരത്തിന് ശേഷമാണ് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ കിട്ടിയത്. റൂം കുഴപ്പമില്ലാത്ത അടിപൊളി, കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വന്നെങ്കിലും റൂം ഒരു കോട്ടി. ആ മാമ മേലെ ഇർക്ക്. ബാത്റൂമും കുഴപ്പമില്ല, ഇതൊരു അപ്പൽ ചെയ്തിരിക്കുന്നതാണ്, വെൽഡ് ചെയ്തിട്ട്. നേരെ താഴെ നോക്കിയാണ് വാട്ടർ ഫാൾസ്. ഓക്കെ വാ. മേലെ നല്ല ബെഡും കാര്യങ്ങളൊക്കെയാണ്. ഈ ബെഡ് എടുത്തിട്ട് മേലെ ഇട്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും വിശാലമായിട്ട് കിടക്കാൻ അല്ലേ, അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ തോന്നുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അമ്മേ 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 വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വ്ളോഗ് ഞാൻ അവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ നാളെ പാർട്ട് 2 ആയിട്ട് നമ്മുടെ കൊടൈക്കനാൽ മൊത്തം കറങ്ങുന്നൊരു വ്ളോഗ് കൂടി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സേഫായി ഡ്രൈവ് ചെയ്യുക. അപ്പോൾ പാർട്ട് 2 ആരും മിസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ലവ് യു. എല്ലാവരും സേഫായിട്ടിരിക്കുക, ഡ്രൈവ് ചെയ്യാം.